പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഞാൻ വലിയ അറിവുള്ള മനുഷ്യനല്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ബൈബിളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അതൊന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ പറയുകയാണ്. അതിനു മുമ്പായിട്ട് പ്രിയ സഹോദരികളെ, നിങ്ങൾ ഏതായാലും പാപമോചനത്തിന് എന്ന് പറഞ്ഞാൽ കുംഭസാരം, നമ്മൾ പാപങ്ങളേറ്റു പറഞ്ഞ് പാപമോചനം വൈദികൻ ഇൻ്റർവ്യൂറ്റായിട്ട് മേടിച്ചു തരുന്നൊരു കടമയുണ്ടല്ലോ. ഇത് ബൈബിളിലുള്ള കാര്യമല്ല. ആ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായി കയറി. അതിൻ്റെ അർത്ഥം ഇനിയും എനിക്ക് ദൈവത്തിനും നമുക്ക് തമ്മിൽ ഇടയിൽ ആരും ഒരു തടസ്സവുമില്ല. നമുക്ക് ദൈവത്തോട് എന്ത് കാര്യം തുറന്ന് പറയാം. വേണ്ട, ഇതൊന്നും ഏതായാലും പുരോഹിത വർഗമോ അല്ലെങ്കിൽ മറ്റേ ആരും ഒന്നും അധികം പറയത്തില്ല. അവരിതേ പറയത്തുള്ളൂ. വേണ്ട, പോട്ടെ. ഇപ്പോൾ നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുന്നെങ്കിൽ അല്ല, ഏതെങ്കിലും കാര്യം ഓർത്തഡോക്സ് പുരോഹിതൻ്റെ അടുത്തേ പോകാവൂ. ഇപ്പോൾ ഇപ്പം കൂദാശകൾ ഒന്നുകൂടെ ഓർത്തഡോക്സ് സഭയിൽ കൂടിയിട്ടുണ്ട്. എന്നോട് ഒരു ദിവസം ഒരു വ്യക്തം പറഞ്ഞ ഈ കൂദാശകളൊക്കെ പുരോഹിതന്മാരാണ് ചെയ്യേണ്ടത്. ശരിയാണ്. ഇപ്പോൾ ഒരു പുതിയ കൂദാശ പുതുതായിട്ട്, അതായത് കാറിനകത്ത് കൂദാശ. നേരത്തെ ഒന്ന് നടന്നു. കൊല്ലത്തോ കൊട്ടാരക്കരയോ ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെയോ കാർ പാർക്കിലോ ഒരു കൂദാശ നടന്നു. ആ പുരോഹിതൻ പോകുന്നതിന് സമ്മാനിച്ചതാണ്. അതുപോട്ടെ, ഇപ്പം ബോംബെയിലുള്ള അനാഥ മന്ദിരത്തിൽ നോട്ട് അതിൻ്റെ പിരിവിന് വന്ന ഓട്ടോസഭയിലെ പുരോഹിതൻ മാറിക്കാടിനകത്ത് കൂദാശ ചെയ്തു. അപ്പോൾ ഒരു ദരിദ്രവാസി അതിനെക്കുറിച്ച് പറഞ്ഞത്, പുരോഹിതനും മനുഷ്യനല്ലേ, അവന് വികാരമില്ലേ, നീ അവൻ്റെ വണ്ടിയിലെന്തിന് എത്തി നോക്കി. ഞാൻ അവനോട് ചോദിക്കുകയാണ്, അതായത് ഒരു കാർ ഒരു വഴിയിൽ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരാൾ നടന്നു വരുന്നു. ആ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ ആരെയും കാണുന്നില്ല. എന്നാലും കാറ് കുലുങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ആ മനുഷ്യനകത്ത് എത്തി നോക്കൂ, എന്താ ഈ കാറിന് ഇളക്കം വരാൻ കാര്യം. അത് കണ്ടത് തെറ്റാണോ, പുറത്ത് പറഞ്ഞത് തെറ്റാണോ, ആ പുരോഹിതനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് തെറ്റാണോ? അപ്പോൾ ഈ ദരിദ്രവാസി പറഞ്ഞത്, അതിന് നിയമമുണ്ട്, അവർ തെറ്റുകാരല്ല. ശരിയാ. അപ്പോൾ പിന്നെ വഴിയിലെ ബ്ലാങ്കറ്റ് അടി കിടന്നാലും തെറ്റല്ലല്ലോ പറഞ്ഞുകൊണ്ടാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ മനുഷ്യൻ പറയുന്നത്, ഇത് ഗവൺമെൻറ്റല്ല, സഭ അവന് ആ മനുഷ്യനെ എന്തു ചെയ്യണമെന്ന് ചിന്തിക്കുമെന്ന്. സഭയിലെ ആരുണ്ട് ഇത്രയും നല്ലവരായിട്ടുള്ള മെത്രാനോ പുരോഹിതനോ? പറഞ്ഞതാ സിനഡോ, ഇതിൻ്റെ മറ്റേ സിനഡോ ആരുണ്ട്? ഏത് മെത്രാനുണ്ട്? പരിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവർ, വൈകിട്ട് ഓരോ വീടുകളിൽ കയറി സന്ദർശനം നടത്തുന്നവരാണെല്ലാം. മെത്രാന്മാർ വീടുകളിൽ പോകത്തില്ല സാധാരണയായി എന്നാ പറഞ്ഞു കേട്ടുള്ള. എന്നാൽ ഏറ്റവും മെത്രാന്മാർ ഏതെല്ലാം വീടുകളിൽ രാത്രികാലങ്ങളിൽ സന്ദർശിക്കുന്നു, പകൽ വിശ്രമിക്കാൻ വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വേണ്ട, പറയുന്നില്ല. പോട്ടെ. ഏതായാലും കൂദാശ ഒന്നുകൂടെ ഓട്ടോ സഭയിൽ പുരോഹിതന്മാർക്കുണ്ടായിട്ടുണ്ട്. അത് കാറിനകത്തെ കൂദാശയാണ്. ഇനി സഹോദരങ്ങളെ, എനിക്ക് പറയാറുള്ള, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇസ്രായേലിൻ്റെ മൊസാദോ അത് USA ഈ രഹസ്യാന്വേഷണ ഏജൻസിയോ അല്ല.
നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്ന ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ഏജൻ്റാണ്. അതെ. അപ്പം ഒരു കാര്യം ഞാൻ പറയട്ടെ, ന്യായവിധി സമയത്ത് ഒരു പുസ്തകം തുറക്കും, അതിൽ എഴുതിയിട്ടുള്ള വായിക്കും എന്നൊക്കെ പറയും. എന്നിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മനുഷ്യനെ വിടത്തുള്ളൂ എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മൾ ചെയ്യുന്ന നന്മയോ തിന്മയോ എന്നുള്ളത് അതാത് സമയത്ത് അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ കാലത്തെ കമ്പ്യൂട്ടറും മറ്റതൊക്കെ വന്നത് അവിടെ അന്നേ ഉണ്ടാകും. അവിടെ ഇല്ലാത്ത ഒരു കാര്യവും ഇവിടെ ഉണ്ടാകത്തില്ല. നമ്മൾ ഇരുട്ടിൽ ചെയ്യുന്ന കാര്യവും നമ്മൾ വിചാരിച്ച് ആരും കാണത്തില്ല. അത് അവിടെ ആ സമയത്ത് തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള. പിന്നെ രണ്ടാമത്തേത്, നമ്മൾ ഏതായാലും ഇതുപോലൊരു കേസ് നമ്മുടെ ജീവിതത്തിൽ എങ്ങും കണ്ടിട്ടില്ല. അതായത് ഓർത്തഡോക്സ് യാക്കോബ സഭയുടെ പ്രശ്നം, അവരുടെ പള്ളിപിടുത്തവും പ്രശ്നങ്ങളും. അതിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞ 1 കൊരിന്ത്യർ 6:1 തൊട്ട്, നിങ്ങൾ ഒരുവന് മറ്റൊരുവനോട് ഒരു പരാതി ഉണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും നിസ്സാര കാര്യങ്ങൾ വിധിക്കുവാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ എത്രയധികം! എന്നാൽ നിങ്ങൾ ലോകകാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിക്കുവാൻ സഭ ഗണ്യമാക്കാതെ നിയമിക്കുമോ? നിങ്ങൾക്ക് ലജ്ജയായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് തമ്മിലുള്ള തർക്കം തീർക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇല്ലയോ? ഞാൻ കൂടുതൽ ബൈബിളിലെടുത്ത് വായിച്ചാൽ ഓട്ടോ സഭ എന്നെ ചീത്ത വിളിക്കുക. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് മക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിച്ചിരിക്കണം. അതിനകത്ത് പറയുന്നത് കള്ളപ്രവാചകന്മാരെ കുറിച്ച്. അതായത് ഈ കള്ളപ്രവാചകന്മാർ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത്, അത് ബൈബിളിൻ്റെ വാക്ക് എടുക്കാൻ ഞാൻ എനിക്ക് സമയമില്ല. കാരണം ഇവർ അടുക്കളവാതിക്കൽ കൂടി, അതായത് അവിടെയുള്ള സ്ത്രീ പലവിധ കാര്യങ്ങൾ ചിന്തിച്ച് ഓരോന്നും തല പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ അവിടെ കയറി ചെല്ലും. എന്നിട്ട് ഇവരെ വശീകരിക്കും. അത് ബൈബിളിലുണ്ട്. അതാരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അറിയാമോ? ഞാൻ പേര് പറയുന്നില്ല. ബെന്തിക്കോസുകാരെ കുറിച്ച്. അല്ലെ, ബെന്തിക്കോസുകാർ പറയട്ടെ. പിന്നെ മകളെ, ഇത് അന്ത്യകാലമാണ്, ചിന്തിക്കണം. നമുക്ക് ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാനില്ല. നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തിയുടെ പ്രതിഫലം മാത്രം പറഞ്ഞല്ലോ. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ മാത്രമേ നമുക്കിവിടുന്ന് കൊണ്ടുപോകാനില്ല, നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ. നമ്മളെ വേറെ എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെല്ലാം ഇതുണ്ട്, പോംവഴിയുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന തിന്മയ്ക്ക് പോംവഴിയൊന്നുമില്ല. സ്നേഹിക്കുവിൻ, സഹോദരനെ സ്നേഹിക്കുവിൻ. പണം വരികയും പോവുകയും ചെയ്യും. പണമുണ്ടോകൊണ്ട് KP യോഹന്നാൻ എന്തുണ്ടായി?
കട്ടും മോട്ടിച്ച് കേരള ഗവൺമെൻറ്റിനെ പോലും കയ്യിലെടുത്ത് പിണറായി വിജയനുമായിട്ട് എഗ്രിമെൻ്റ് ചെയ്ത് ശബരിമലയിൽ വിമാനത്താവളം ഉണ്ടാക്കാനായിട്ട് എഗ്രിമെൻ്റ് ചെയ്തു. എവിടെ? കേരളത്തിൻ്റെ സ്ഥലം. അതെ, ഈ ഒരു കമ്പനിക്ക് ലീസിന് കൊടുത്തു. ലീസിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ എങ്ങനെ KP യോഹന്നാൻ്റെ കയ്യിൽ പോയി കേരള ഗവൺമെൻറ് അറിയാതെ? ആരെങ്കിലും ചോദിക്കട്ടെ? ഞാൻ ചോദിക്കുന്നത് ഇതെങ്ങനെ KP യോഹന്നാൻ്റെ കയ്യിൽ പോയി? അത് ഗവൺമെൻറ്റിലുള്ള ആൾക്കാർ അതിന് ഒത്താശ ചെയ്യാതെ പോവുമോ? എന്നിട്ട് കേരള ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? KP യോഹന്നാൻ്റെ കാശ് കൊടുത്ത് അത് മേടിക്കുക. നോക്കിക്കോണം, അവിടെ അഡ്ജസ്റ്റ്മെൻറ്റാ. KP യോഹന്നാൻ അമേരിക്കയിലാ. അപ്പം ഇവിടെ എനിക്ക് ആ കാശ് അവിടെ തന്നെ ഡിപ്പോസിറ്റ് ആകും. മക്കളെ, ജീവിതം എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലം വഞ്ചനയുടെ ലോകമാണ്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് ഞാനൊരു ഓഫീസിൽ ചെന്നു. അവിടെ ചെല്ലുമ്പം അവിടെ വരുന്ന ആൾ വന്നില്ല. വേറൊന്നുമല്ല, എൻ്റെ വാർഷിക പെൻഷൻ്റെ കാര്യത്തിന് പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു തരികയായിരുന്നു കാശ്. അങ്ങനെയാൽ ഇനിയിപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേ പോകത്തുള്ളൂ. അതിന് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ചെന്നതാണ്. അവിടെ ചെല്ലുമ്പം എനിക്ക് കാണേണ്ട ആൾ വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ ചരിത്രം, അവരുടെ ഏരിയയിൽ ഒരു പെണ്ണും ചെറുക്കനോട് ഓടിച്ചോടി. എന്തുവാ ആ ചെറുക്കൻ മയക്കുമരുന്നടിവ് എല്ലാം, കാലിലുള്ള ജോലിയില്ല. അവൻ്റെ അമ്മയെ അടുത്ത സമയത്ത് ഇവരെല്ലാം കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലോ എങ്ങാണ്ട് അതാത് മന്ത്രിത്വമാക്കി. കാലിലയുടെ വരുമാനമില്ല. അപ്പൻ രോഗിയാണ്. ഇവിടെ പറയുന്നത്, ഈ പെണ്ണാണെങ്കിൽ അവൻ്റെ ഒളിച്ചോടി. എന്താ ഇവിടെ ജീവിതം? കേരളത്തിലെ ജീവിതം എങ്ങനെ? ഒരു പുരുഷന്, ഒരു ചെറുപ്പക്കാരന് സ്വന്തമായി വരുമാനമില്ല, കള്ളും കഞ്ചുമായിട്ട് നടക്കുന്നവൻ പ്രേമിക്കുന്നു. അവൻ അവകാശമുണ്ട്. ആ പോകുന്ന പെണ്ണ് ചിന്തിച്ചില്ല, നാളെ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഞാൻ ഈ അനുഭവത്തിൽ ഒന്ന് പോയതാ. എന്ന് പറയാൻ, ഞാൻ പോലീസിൽ ചെന്നപ്പോൾ പറഞ്ഞു, അച്ഛാ 18 വയസ്സ് കഴിഞ്ഞ് പിന്നെ അന്വേഷിക്കാൻ പോകണ്ട, പോയാൽ ഈ മോള് പറയുക ഞാൻ അവൻ്റെ കൂടെ പോകുന്നുള്ളൂ, അവൻ്റെ കൂടെ ജീവിക്കാൻ പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ ഒരു കാര്യം പോലും പറയാനുള്ള അവകാശമില്ല. സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന ഇതൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല, ഞാൻ പറയുന്നുമില്ല. ഏതായാലും മക്കളെ, ദൈവം തന്ന ആയുസ് അത് നമ്മൾ അനീതിക്കുവാദിക്രമത്തിന് വേണ്ടി ഉപകരിക്കരുത്. സ്നേഹിക്കണം, സ്നേഹം കൊടുക്കണം, നമ്മൾ വഞ്ചിക്കരുത്. വഞ്ചനയാണ് ഏറ്റവും വലിയ ഒരു ഇത്. നമ്മൾ ആരെയും ഒന്നും പറയുന്നില്ല, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഒരുപാട് ഞാൻ ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് നിങ്ങളോട് പറയാനൊക്കത്തില്ല, അതിന് സമയമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഹോദരങ്ങളെ, ഈ ഓർത്തഡോക്സ് യാക്കോബ സഭയെക്കുറിച്ച് മക്കളെ, ഇവരെന്തിനു വേണ്ടിയാണ് ഈ ഉണ്ടാക്കുന്നത്? ഇവർ സഹോദരങ്ങളല്ലേ? ഞാൻ ആ ബൈബിളിലെ വാക്യങ്ങൾ എടുത്തല്ലോ. ഇവർ സഹോദരങ്ങളല്ലേ? ഇവരും മനുഷ്യരെ, അന്യനും മനുഷ്യരെ നിങ്ങൾ സ്നേഹിക്കേണ്ടവർ. ഈ പള്ളിക്ക് വേണ്ടി എന്തിന് ബഹളം ഉണ്ടാക്കുന്നു ചിന്തിക്കുക.
പള്ളിക്ക് വേണ്ടിയല്ല, അവിടുത്തെ വരുമാനമാണ് നോട്ടം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഓട്ടോസഭയിൽ ഓരോ റിഞ്ചി പിക്കോശ് വെച്ചിട്ടുണ്ട്. നേരത്തെ കണിയമ്മേലായിരുന്നു, ഇപ്പോൾ പള്ളി പണിയാണ്. വിശ്വാസം എടുക്കുന്നാൽ ഏതിടവ ചെന്നാലും അവർ കൊടുക്കും. ഒരു തരത്തെ പട്ടിണിയായാലും പറ്റില്ല, അവരെ കാശ് കൊടുക്കും. ഇപ്പം പള്ളി എന്തിനാ? ഇവിടെ 4 സെമിനാറുകളുണ്ട്. അവിടെ നിന്ന് ഇറക്കി വിടുന്ന കാളന്മാരെ കെട്ടിയിടാനായിട്ട് ഓരോ പള്ളികൾ വേണ്ടായോ? അവർക്ക് പുതിയ ഒരു ഇതുകൂടില്ലയോ, കൂതാശില്ല, അതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് സ്ഥാനം കൊടുക്കണ്ടേ, പള്ളികൾ കൊടുക്കണ്ടേ? അതിനു വേണ്ടി അല്ല, ഒന്നുമല്ല. ഞാൻ ഒരു കാര്യം ഈ പുരോഹിത വർഗത്തിനോട് ചോദിക്കുക. പരമല കൊച്ചു തിരുമേനി ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി അദ്ദേഹം പണം ഉണ്ടാക്കാനോ അല്ലെ സഭയെ വളർത്താനോ അല്ല പോയത്. സഭ വളർന്നതിനാ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ കൊണ്ട് സഭയിൽ ആൾക്കാർ വരും. ഇന്നെവിടെ നന്മ പ്രവർത്തി? യൂലിയോസ് എന്ന ഉണ്ടക്കണ്ണൻ്റെ കാര്യം പറയണോ? അവൻ ഏതെല്ലാം വീടുകളിൽ പകല് വിശ്രമിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാം. ഞാൻ പറയുന്നില്ല, പോട്ടെ, ഏതായാലും കൊള്ളാം. എന്നെ അച്ചപ്പട്ടത്തിൽ നടന്നതാണ്, ഞാൻ പോയില്ല. എനിക്കറിയാം, ഞാൻ പോയാൽ വിശുദ്ധി എന്നിൽ നിന്നുണ്ടാകത്തില്ല. ആത്മാർത്ഥതയും എല്ലാം ഉണ്ടായിരിക്കും, വിശുദ്ധി എന്നിൽ നിന്നുണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. കാരണം എൻ്റെ കാരണം നിമിത്തം എൻ്റെ സൃഷ്ടാവിൻ്റെ നാമം ദോഷം വരുത്തത്തക്കവണ്ണം ഞാൻ ചെയ്യും. അതെനിക്ക് സഹിക്കത്തില്ല, ഞാനതിന് ചെയ്യാൻ പോകത്തില്ല എന്ന് കരുതിക്കൊണ്ട് ഞാൻ പോയില്ല. മക്കളെ, ഗുഡ് നൈറ്റ്.